3000 രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ 2 ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ, 925 ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം 18 ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഉത്സവ പറമ്പുകളിലെയും പള്ളിപ്പെരുന്നാളുകളിലെയും സൂപ്പർ മാർക്കറ്റുകൾ, ഗൃഹാതുരത്വം വിൽക്കുന്ന പെട്ടിക്കടകളുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കാം. നഗരങ്ങളിലെ കൂറ്റൻ എയർ കണ്ടീഷൻ ചെയ്ത ഹൈപ്പർ മാർക്കറ്റുകളിലെയും സൂപ്പർ മാർക്കറ്റുകളിലെയും ഡിസ്പ്ലേ കണ്ടുമെടുത്ത മലയാളികൾക്ക് ഇന്നും കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ചയാണ് ഉത്സവ പറമ്പുകളിലെ പെട്ടിക്കടകൾ. ക്ഷേത്രങ്ങളിലെ ഉത്സവമായാലും പള്ളി പെരുന്നാളായാലും അവിടെ നിരനിരയായി പ്രത്യക്ഷപ്പെടുന്ന മുളന്തുണ്ടുകളിലും പലകകളിലും തീർത്ത ഈ താൽക്കാലിക കച്ചവട കേന്ദ്രങ്ങൾ വെറും ഒരു കച്ചവടമല്ല, മറിച്ച് ഒരു സംസ്കാരത്തിന്റെ തന്നെ ഭാഗമാണ്. കോടികൾ മുടക്കി ഒരുക്കുന്ന നഗരങ്ങളിലെ ഷോപ്പിംഗ് മാളുകളെ പോലും വെല്ലുന്ന രീതിയിലാണ് പെട്ടിക്കടകളിലെ സാധനങ്ങളുടെ ക്രമീകരണം. ചായം പൂശിയ കളിപ്പാട്ടങ്ങളും മിന്നിത്തിളങ്ങുന്ന മാലകളും കുപ്പിവളകളും കോർത്തിയിട്ട ആ കാഴ്ച ഏതൊരു പ്രായക്കാരെയും ഒന്ന് നിർത്തി ഒന്ന് വില ചോദിപ്പിക്കും. ഇത്രയധികം സാധനങ്ങൾ ഇത്രയും ചെറിയ സ്ഥലത്ത് എങ്ങനെ ഇത്ര മനോഹരമായി അടുക്കി വെച്ചിരിക്കുന്നു എന്നത് ഇന്നും അത്ഭുതമാണ്. ഓൺലൈൻ ഷോപ്പിംഗിന്റെയും ബ്രാൻഡഡ് ഫാഷനുകളുടെയും ലോകത്താണെങ്കിലും ഉത്സവപ്പറമ്പിലെ കുപ്പിവള കടകൾക്ക് മുന്നിൽ ഇന്നും തിരക്കൊഴിഞ്ഞ നേരമില്ല. പുതിയ ഫാഷനിലുള്ള ട്രെൻഡി ആഭരണങ്ങൾ മാളുകളിൽ കിട്ടുമെങ്കിലും ഉത്സവപ്പറമ്പിലെ ചാന്തിനും പൊട്ടിനും കുപ്പിവളകൾക്കും ഒരു പ്രത്യേക ചന്തമാണെന്ന് കോളേജ് വിദ്യാർത്ഥിനികളും സ്കൂൾ കുട്ടികളും പറയുന്നു. തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ അവർ പെട്ടിക്കടകൾക്ക് മുന്നിൽ ചിലവിടുന്ന സമയം ഒരർത്ഥത്തിൽ പഴയ കാലത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് കൂടിയാണ്. കടകളിൽ നിന്ന് ലഭിക്കാത്ത വ്യത്യസ്തമായ സാധനങ്ങൾ ഞങ്ങളിൽ നിന്ന് ലഭിക്കുന്നു എന്നതാണ് ഞങ്ങളെ ആളുകൾ തേടി വരാൻ കാരണമെന്ന് കച്ചവടക്കാർ പറഞ്ഞു. ആൾക്കാരുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറത്തുള്ള കടയിലേക്കായും വെറൈറ്റി സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ടാവും. പല സാധനങ്ങളുമായിട്ട് പുറത്തുള്ള ലേഡീസ് സെന്ററിൽ ഉള്ളതിനേക്കാളും വിപുലമായിട്ട് അതുണ്ടാവും. പിന്നെയും ഈ കച്ചവടക്കാർ ഉണ്ടെങ്കിലാണ് ഉത്സവമാവട്ടെ പള്ളിപ്പെരുന്നാളാവട്ടെ എന്തുമായിട്ട് അതിലൊരു കൗതുകവും ഒരു ആൾക്കാർക്കൊരു സന്തോഷവും ഒക്കെ ഉണ്ടാവും. നമ്മുടെ ഇപ്പോൾ ഉത്സവം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പൊ പെൺകുട്ടികൾക്കാണെങ്കിലും പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഈ പള്ളിപ്പറമ്പുകളിൽ കിട്ടുന്ന സാധനങ്ങളോടൊക്കെ കുറച്ചും കൂടി ഒരു കൗതുകം ഇഷ്ടം താല്പര്യം ഉണ്ടാവും. അത് തീർച്ചയായും താല്പര്യം ഉണ്ടാവും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് എങ്ങനെയുണ്ട് എല്ലാരും നല്ല പർച്ചേസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. പേരക്കുട്ടികൾക്ക് പ്ലാസ്റ്റിക് കാറുകളും ലോറികളും ബലൂണുകളും വാങ്ങി നൽകുന്ന മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും കാഴ്ചയാണ് മറ്റൊരു കൗതുകം. വലിയ മാളുകളിൽ നിന്ന് വില കൂടിയ കളിപ്പാട്ടങ്ങൾ കിട്ടുമെങ്കിലും മുത്തച്ഛന്റെ കൈ പിടിച്ചു നടന്ന പെട്ടിക്കടയിൽ നിന്ന് വാങ്ങുന്ന പ്ലാസ്റ്റിക് കാറിന് പകരം വെക്കാൻ മറ്റൊന്നില്ല. കുട്ടികൾക്ക് അത് കേവലം ഒരു കളിപ്പാട്ടമാണെങ്കിൽ മുതിർന്നവർക്ക് അത് തങ്ങളുടെ സ്നേഹവാത്സല്യങ്ങൾ കൈമാറാനുള്ള ഒരവസരമാണ്. നഗരത്തിലെ ഹൈടെക് റെസ്റ്റോറന്റുകൾക്കും ഐസ്ക്രീം പാർലറുകൾക്കും ഉത്സവപ്പറമ്പിലെ രുചികളെ തോൽപ്പിക്കാനാവില്ല. ലൈവായി വറുത്തെടുത്ത് പേപ്പർ കുമ്പിളിൽ നൽകുന്ന നിലക്കടലയും വറക്കുന്ന ശബ്ദവും ഇത്തരം ആഘോഷ സ്ഥലങ്ങളിൽ നിന്ന് ഒഴിച്ചു നിർത്താനാകാത്ത കാഴ്ചകൾ തന്നെയാണ്. ചൂട് ബജിയുടെ ഗന്ധവും കുമ്പിളിൽ ലഭിക്കുന്ന ഐസ്ക്രീമും കൗമാരക്കാരുടെ വലിയ ഹരമാണ്. ഇന്റർനെറ്റിന്റെ ലോകത്ത് ജീവിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്കും ഉത്സവപ്പറമ്പിലെ ഈ നാടൻ രുചികൾ നൊസ്റ്റാൾജിയയുടെ ഭാഗമാണ്. മലബാർ മിഠായികളും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കൗതുക വസ്തുക്കളും ഇന്നും ഉത്സവങ്ങളുടെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ്. ആധുനിക അടുക്കള ഉപകരണങ്ങൾ സുലഭമാണെങ്കിലും ഉത്സവപ്പറമ്പിലെ മൺചട്ടികൾക്കും മീൻചട്ടികൾക്കും ഇന്നും വലിയ ഡിമാൻഡാണ്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന കച്ചവടക്കാർ നമ്മുടെ നാട്ടിലെ വീടുകളിലേക്ക് ആവശ്യമുള്ള കൗതുക വസ്തുക്കളും ഉപകരണങ്ങളും കളിപ്പാട്ടങ്ങളും പരിചിതമാക്കുന്നു. പെരുന്നാളുകളും ഉത്സവങ്ങളും കേരളത്തിന്റെ മണ്ണിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പെട്ടിക്കടകളും അവ നൽകുന്ന സന്തോഷങ്ങളും മലയാളിക്ക് നഷ്ടപ്പെടില്ല.
ഓരോ ഉത്സവങ്ങളും സമ്മാനിക്കുന്നത് കുറച്ച് സാധനങ്ങൾ മാത്രമല്ല, കുറെ നല്ല ഓർമ്മകൾ കൂടിയാണ്. ക്യാമറമാൻ സന്തോഷ് കുമാറിനോടൊപ്പം കൃഷ്ണ ഷാജി. Welcome to Vimalagiri International School, Muvattupuzha. Admissions are now open for the academic year 2026-2027 for pre-KG, LKG, UKG and 1 to 8 classes. Admissions are open for +1 classes also.